എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശിക്ഷാവിധിക്ക് യോഗ്യനാണ്, പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മരണശിക്ഷയ്ക്ക് യോഗ്യനാണെന്നാണ്. അത് എങ്ങനെ തെളിയിക്കാമെന്ന് നിങ്ങൾക്കറിയാമോ? ഒരുവനൊരു കുറ്റം ചെയ്തു, ഒരുവനൊരു കൊലപാതകം ചെയ്തു, അവനെ തൂക്കിക്കൊല്ലുവാനായിട്ട് കോടതി വിധിച്ചു. അങ്ങനെ അവന്റെ ആ വധശിക്ഷയുടെ നാളെടുക്കുമ്പോഴേ അവനെ ഇതാ തൂക്കുകയറിന്റെ കീഴിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവൻ അനുഭവിക്കുന്ന മരണവേദനയാണ് നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നത്. എന്താണ്? നാളെ നമ്മുടെ ഇന്ത്യൻ കോടതി നമ്മളെ തൂക്കിക്കൊല്ലുമെന്നല്ല, പിന്നെയോ നമ്മൾ ചെയ്ത പാപത്തിന്റെ ശിക്ഷ ദൈവ കോടതിയുടെ മുമ്പിൽ നമ്മുടെ മരണശിക്ഷയായിട്ട് നരകവിധിയായിട്ട് മുമ്പിൽ ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മളെല്ലാവരും ദുഃഖഭാരത്തോടുകൂടി കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് നമ്മളെല്ലാം ഹൃദയം തണുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരുടെ ഹൃദയം പ്രിയപ്പെട്ട എല്ലായ്പ്പോഴും കലുഷിതമായിട്ടിരിക്കുന്നത്. നമ്മുടെ പാപത്തെ പറ്റി, നമ്മുടെ പാപം ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ കാണുന്ന ഈ ഭയങ്കരമായിരിക്കുന്ന നരകശിക്ഷ നമ്മൾ അറിഞ്ഞും അറിയാതെ നമ്മുടെ മനസ്സാക്ഷിയിലുണ്ട്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാം വേദനിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, കൂടുതൽ ക്രിമിനലായിട്ട് നടക്കുന്ന, ക്രൂരന്മാരായിട്ട് നടന്ന ചിലരെ മരണസമയമാകുമ്പോൾ അവർ ദൈവത്തെ അറിഞ്ഞില്ലെങ്കിൽ പോലും അവരിൽ നിന്നാണ് ക്രൂരത കാണിച്ച മനുഷ്യരെ അടുത്ത് വിളിച്ച് ക്ഷമ ചോദിക്കാറുണ്ട്. അപ്പോൾ മരിച്ചതിന് ശേഷം എന്റെ പാപത്തിന് ശിക്ഷ വിധിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അവന്റെ അവബോധ മനസ്സിലുള്ളത് കൊണ്ടാണ് അവൻ ക്ഷമ പറയുന്നത്.